പുതിയതായിട്ട് പെയിൻറ്റ് ചെയ്ത വീടിൻ്റെ ബെഡ്റൂമിൽ ക്രയോൺസ് കൊണ്ട് കുത്തി വരച്ചതിന് ഞാൻ എൻ്റെ 5 വയസ്സുകാരി മകളെ വഴക്ക് പറഞ്ഞു. അവൾ എൻ്റെ മുന്നിൽ ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിന്നു. കണ്ണിൽ നിന്നിങ്ങനെ ധാരധാരയായി കണ്ണുനീരൊഴുകുന്നത് ഞാൻ കണ്ടു. ഞാൻ ഓടിച്ചെന്ന് അവളെ എടുത്തു. അവളെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, മോൾ ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് അവളെ വിലക്കി. പിറ്റേ ദിവസം അവൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അവളുടെ കയ്യിലൊരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടായിരുന്നു. വൈകുന്നേരം ജോലി സമയം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയ എന്നെ അവൾ ആ ഗ്രീറ്റിംഗ് കാർഡ് ഏൽപ്പിച്ചു. ഞാൻ ആ ഗ്രീറ്റിംഗ് കാർഡ് എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ മുൻവശത്ത് അവളുടെ ചെറിയ കൈയുടെ പാട് പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഗ്രീറ്റിംഗ് കാർഡ് തുറന്നു നോക്കി. അവളുടെ ടീച്ചർ എഴുതി കൊടുത്തതാണ് എന്ന് വേണം കരുതാൻ. അതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു: പ്രിയപ്പെട്ട അച്ഛന്, ഞാനൊരു കൊച്ചു കുട്ടിയായതുകൊണ്ടും ഇവിടുത്തെ ഫർണിച്ചറിലും ചുമരിലും ഒക്കെ എൻ്റെ കൈപ്പാടുകൾ പതിയാറുള്ളത് കൊണ്ടും അച്ഛന് പലപ്പോഴും എന്നോട് ദേഷ്യം തോന്നാറുണ്ടാവും. പക്ഷേ ഞാൻ വളരെ പെട്ടെന്ന് വളരുകയാണ്. വളരെ പെട്ടെന്ന് എൻ്റെ ഈ കുഞ്ഞു കൈപ്പാടുകൾ മാഞ്ഞു പോവുകയും ചെയ്യും. ഇവിടെ ഈ കൈപ്പാട് ഞാൻ പതിപ്പിച്ചിരിക്കുന്നത് ഞാനൊരു കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ കൈപ്പാട്, എൻ്റെ ഈ കുഞ്ഞു കൈകൾ എങ്ങനെയായിരുന്നു എന്ന് അച്ഛന് പിന്നീട് ഓർമ്മിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് സ്നേഹപൂർവ്വം അഭിരാമി എന്നായിരുന്നു അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അവൾ സ്കൂളിൽ ചെന്നിട്ട് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചറോട് വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നു. അച്ഛൻ മാത്രം അവളെ അഭിരാമി എന്നാണ് വിളിക്കാറ് എന്നുള്ള കാര്യം ഉൾപ്പെടെ. അത് വായിച്ചിട്ട് എൻ്റെ കണ്ണ് വല്ലാതെ നിറഞ്ഞു. അന്ന് എങ്ങനെയാണോ എൻ്റെ മകളുടെ കണ്ണ് നിറഞ്ഞത്, അതേപോലെ തന്നെ എൻ്റെ കണ്ണും വല്ലാതെ നിറഞ്ഞു. നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കും, അടുത്ത വർഷം നമുക്ക് എൻ്റെ ജോലിയിൽ കുറച്ചൊരു ഇടവേള കിട്ടുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് അടുത്ത ജോലിയിലൊരു പ്രമോഷൻ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഒരു ജോലിയിൽ നമുക്കൊരു കുറച്ച് കൂടുതൽ വെക്കേഷൻ ടൈം അല്ലെങ്കിൽ ഇടവേള സമയം കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളുടെ കൂടെ കുറച്ചധികം സമയം ചെലവഴിക്കാം എന്നുള്ള കാര്യം. പക്ഷേ അത് തീർത്തും മണ്ടത്തരമാണ് എന്ന് തന്നെ ഞാൻ പറയും. കാരണം നമ്മുടെ ജീവിതത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മൾ ജീവിതത്തിൻ്റെ മേൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ജീവിതത്തിന് നമ്മുടെ മേൽ പ്രവർത്തിക്കുക എന്നുള്ളൊരു ശീലമുണ്ട്. നമ്മൾ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നാളെ നമുക്ക് ഇതിന് മാത്രമായിട്ടൊരു സമയം നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് ജീവിതത്തിൽ തീർച്ചയായിട്ടും അസാധ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആഴ്ചകൾ മാസങ്ങളായും മാസങ്ങൾ വർഷങ്ങളായും കടന്നു പോകും. നമ്മളറിയാതെ നമ്മുടെ കൊച്ചുകുട്ടിയായിരുന്ന നമ്മുടെ മകൻ അല്ലെങ്കിൽ മകള് സ്വന്തം കുടുംബമുള്ള വലിയൊരു മുതിർന്ന ആളായിട്ട് മാറുന്നത് ഒരുപക്ഷെ നമ്മൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരും. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നൽകാൻ കഴിയുന്ന മികച്ച സമ്മാനം എന്ന് പറയുന്നത് നമ്മുടെ സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് സ്വയം നൽകാൻ കഴിയുന്ന എക്കാലത്തെയും മികച്ച സമ്മാനം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ നമ്മൾ അടുത്തിരുന്ന് ആസ്വദിക്കുകയും ആ കുഞ്ഞു ദിവ്യാത്ഭുതം എന്താണെന്ന് അടുത്തിരുന്ന് അറിയുകയും ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികളല്ല, അവർ ജീവിതാസക്തിയുടെ സന്തതികളാണ് എന്നാണ് ഖലീൽ ജിബ്രാൻ പറഞ്ഞിരിക്കുന്നത്. അവർ ചുമരുകളിൽ കോറിയിടട്ടെ, അവർ ജീവിതത്തിലേക്ക് നടന്ന് വളർന്നു വരട്ടെ.